എല്ലാവർക്കും പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പിസ്സ ഉണ്ടാക്കാൻ പോയി, വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കാൻ പോയിട്ട്. ഇത് നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന കുപ്പൂസ് ഈ നമ്മൾ ലുലു എന്നൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് ഒരു നല്ല അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം. പിസ്സ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടിരിക്കുകയല്ലേ, ഇത് നമുക്കൊന്ന് ആവി കയറ്റി കൊണ്ടുവരാം. അത് ഇഡ്ഡലി തട്ടിനകത്ത് മേലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ കണ്ട ഇത് നല്ല സോഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ആവി കയറ്റിയാൽ മതി. അതിൻ്റെ മേളിൽ നമുക്ക് ആദ്യമേ കുറച്ച് തക്കാളി സോസ്, ഇല്ലെങ്കിൽ തക്കാളി 2 എണ്ണം വേവിച്ച് നല്ലോണം ഉടച്ച് ഇതിനകത്ത് ഒഴിച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒഴിക്കും കേട്ടോ. ഇതേ ഒഴിച്ചു. ഇനി നമുക്ക് അതിലൂടെ നമ്മുടെ മുട്ട വെച്ചു, തക്കാളി വെച്ചു, ക്യാരറ്റ് വെച്ചു, സവാള റൗണ്ടിനെടുത്ത്, സവാള വെച്ചു. ഉണ്ടല്ലേ, എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ നല്ല രസമാണ് കഴിക്കാനേ. അപ്പോൾ എന്നിട്ട് ദാണ്ടേ കുറച്ച് ചീസ് ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലായിടവും ഇങ്ങനെ പൊടിയാക്കി ഇടണം. ഇട്ടു. ഇനി നമ്മളെ കുക്കുംബർ ഇട്ടു. ഇനി നമുക്ക് വേണ്ടുന്നത് വീണ്ടും ഇച്ചിരി ചീസും കൂടെ ഇതിൻ്റെ മുകളിൽ ഇടണം. ഇനി ക്യാപ്സിക്കം ഇട്ടു. ഇനി നമ്മൾ തക്കാളി സോസ് ശകലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇനി ക്യാബേജ്. നല്ല ടേസ്റ്റാണ് കഴിക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നത്. ഈ ഉള്ളിയൊക്കെ നമ്മുടെ സവാള വളർത്തിയെടുത്ത ഉള്ളിയാണ്, ഉള്ളിയുടെ പൂവാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയതാണ് കേട്ടോ. അതും ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇടാം. ഇതും മല്ലിയില നമ്മളെ വീട്ടിൽ തന്നെ വളർത്തിയത്. ചെറുതായിട്ട് ഒന്ന് അമക്കി കൊടുക്കുക. എന്നിട്ട് ഒരിത്തിരി സീഡ് മുളക് ചതച്ചത് ഒരു ശകല. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളെ ബിരിയാണി മസാല ഇല്ലേ, ബിരിയാണി മസാല. ഇത് വെറൈറ്റി കേട്ടോ. ബിരിയാണി മസാല ഇതിൻ്റെ മുകളിൽ ശകല ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ ചീസിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഒരു പൊടി മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചീസിൻ്റെ ഉപ്പ് നമുക്ക് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പുതിന, ഇത്രയേ ഉള്ളൂ. ഇത് കൊണ്ടുവന്ന് നമുക്ക് ഒരു പാനകത്ത് വെച്ച് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇതേ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ശകലം നെയ്യോ നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ശകലം ഒന്ന് ഒഴിക്കണം. എന്നിട്ട് അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. നല്ലോണം ചൂടാവും, നല്ല ചൂടാവണം. ചൂടാവുമ്പോൾ ഇത് പതുക്കെ എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. നല്ല സോസൊക്കെ അധികം വേണ്ടുന്നവർക്ക് ഇതിൻ്റെ മുകളിൽ നല്ല സ്പൈസസൊക്കെ നല്ലോണം ഇട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചെയ്യുന്നുള്ളൂ. ഇനി ഒരെണ്ണം ഞാൻ നല്ലോണം സ്പൈസസൊക്കെ വെച്ച് ഞാൻ ചെയ്യുന്നത്. ഇത് എരി വേണ്ടാത്ത ഒരാൾക്കായുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇതൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല
വെന്ത് കിട്ടും. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. കാരണം നമുക്ക് പെട്ടെന്നൊരു പിസ്സയൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് വെജിറ്റബിൾ പിസ്സ കഴിക്കാം, ചിക്കൻ പിസ്സ കഴിക്കാം. അപ്പോൾ ഇത് കണക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ. ഇതിപ്പോൾ ഞാൻ രാവിലെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മുട്ടയുണ്ട്, വെജിറ്റബിൾസ് ഫുള്ളുണ്ട്. ഒരു ഓവനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പം അങ്ങോട്ട് എടുക്കാം. ഇത് പക്ഷേ ഓവൻ ഇല്ലല്ലോ. നമുക്ക് ഓവൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ചൂടായി നല്ല മൊരിഞ്ഞ് നല്ല ഫ്രഷായിട്ട് നമുക്കിപ്പം കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലൊരു പിസ്സയൊക്കെ നിങ്ങളും ഉണ്ടാക്കി കഴിക്കണം. കാലത്തോ ഉച്ചയ്ക്കോ ഒക്കെ കഴിക്കാം കേട്ടോ. നമുക്ക് ചപ്പാത്തിക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് കണക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതല്ല നമ്മൾ കുപ്പൂസ് വാങ്ങിച്ചിട്ട് അതിനകത്ത് നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാം മാവ് നനച്ച് വേണമെങ്കിൽ നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല വേവട്ടെ. സിമ്മിലിട്ടേക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ അടിഭാഗം വെന്ത് കഴിയുമ്പോൾ അതൊന്ന് മാറ്റണം. മാറ്റിയിട്ട് ഇതേപോലൊരു സ്റ്റീൽ പാത്രം നമ്മൾ അടിയിൽ വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കണം. അടച്ചു വെച്ച് നല്ല വൃത്തിയായിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. അപ്പോൾ അത് നല്ല ചൂടാവുന്നതിൻ്റെ മുകളിൽ നമ്മൾ മയോണൈസ് വേണ്ടേ ഇച്ചിരി ഒന്ന് തേച്ച് കൊടുക്കണം. ഉണ്ടെങ്കിൽ തേക്കാം, അത് പാടൊന്നുമില്ല ഉണ്ടാക്കാം കേട്ടോ. ഇത് ഇത്തിരി പാലും ഇത്തിരി സൺഫ്ലവറും ഇത്തിരി വിനിഗറും ഒഴിച്ച് ഞാൻ ആക്കിയതാണ് കേട്ടോ. പെട്ടെന്ന് ആക്കിയെടുത്തതായി ശകലം. അതിപ്പം നല്ല ചൂടാവും. ചൂടായിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഇതെടുത്ത് വയ്ക്കണം. അല്ലെങ്കിൽ അടിഭാഗം മൊരിയാത്തത് കൊണ്ട് അടിഭാഗം ഒന്ന് മൊരിയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മയോണൈസും കൂടെ ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ കേട്ടോ. ഓക്കേ, ഇനി ഇത് നല്ലോണം അടച്ചു വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. അല്ലേ, ഇത്രയേ ഉള്ളൂ. ഓരോ പീസ് ഇതേ കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ ചൂട് കുറയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതിനകത്ത് സോസൊക്കെ കുറച്ച് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഒരാൾക്ക് അത്രയ്ക്ക് അതൊന്നും വേണ്ടാത്തതുകൊണ്ട് അതുകൊണ്ട് അവൾ സാധാരണ ഇത് ഇപ്പം നമുക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം സ്പൈസസും നല്ലോണം എല്ലാം ചേർത്ത് സോസും ഒക്കെ ചേർത്ത് നല്ലോണം റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ കളറൊന്നും ഇല്ല, ഇത് കളർ കുറച്ചുണ്ടാക്കുന്നത്. ഇനി ഒരെണ്ണം ഉണ്ടാക്കുന്നത് നല്ല കളറിൽ നല്ല എരിയിലും നല്ല നല്ല സൂപ്പറായിട്ട് ഒരെണ്ണം, അത് എനിക്ക് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റായിട്ട്. നല്ല ചീസൊക്കെ നല്ല ഉരുകി ഇതിനകത്ത് എടുത്ത് വെച്ച് ഇങ്ങനെ കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ് കേട്ടോ. ഉപ്പൊഴിക്കുന്നത് ശ്രദ്ധിച്ച് വേണം, ചീസിനകത്ത് ഉപ്പുണ്ട്. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു വെജിറ്റബിൾ പിസ്സ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.